എല്ലാവർക്കും സെക്യൂർ പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് ജോഗ്രഫിയുടെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഹിമാലയൻ ഡ്രെയിനേജ് സിസ്റ്റത്തിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് സിലബസിൽ റിവർ എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട്. അപ്പൊ അതിന്റെ അണ്ടറിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ് ഹിമാലയൻ ഡ്രെയിനേജ് സിസ്റ്റവും പെനിൻസുലർ ഡ്രെയിനേജ് സിസ്റ്റവും. ഒറിജിന്റെ ബേസിസിൽ നമുക്ക് രണ്ട് രീതിയിൽ ഡ്രെയിനേജ് സിസ്റ്റത്തിനെ ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഹിമാലയൻ ഡ്രെയിനേജ് സിസ്റ്റം, മറ്റൊന്ന് പെനിൻസുലർ ഡ്രെയിനേജ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഹിമാലയൻ ഡ്രെയിനേജിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഹിമാലയൻ ഡ്രെയിനേജ് സിസ്റ്റത്തിലെ മൂന്ന് ഡ്രെയിനേജ് സിസ്റ്റമാണ്, മൂന്ന് റിവർ ബേസിനാണ് നമുക്കുള്ളത്. ഒന്ന് ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര. ഇത് മൂന്ന് നമുക്ക് ഓരോന്നും പഠിക്കാനുണ്ട്. ഇതിന്റെ ട്രിബ്യൂട്ടറീസ്, ഇതിന്റെ ഒറിജിൻ എവിടെ നിന്നാണ്, റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി, ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാണ്, അതൊക്കെയാണ് മെയിൻ ആയിട്ട്. പിന്നെ ഏതൊക്കെ സിറ്റീസിലൂടെയാണ് ഇത് ഒഴുകുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ഏരിയയിൽ പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഹിമാലയൻ ഡ്രെയിനേജ് സിസ്റ്റം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ അവിടെ നമുക്ക് അവിടുത്തെ റിവേഴ്സിന് വെള്ളം എവിടെ നിന്നായിരിക്കും കിട്ടുന്നത്? ഒന്ന് മെൽറ്റിംഗ് ഓഫ് സ്നോ, പിന്നെ പ്രസിപ്പിറ്റേഷൻ. ഈ രണ്ട് മാർഗത്തിലും അവിടുത്തെ റിവേഴ്സിന് വെള്ളം കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ റിവേഴ്സ് എല്ലാം പീരിനിയൽ റിവേഴ്സ് ആണ്. പീരിനിയൽ റിവേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഇവിടെ എപ്പോഴും വെള്ളം ഉണ്ടാവും, ഇത് വറ്റി വരണ്ട് പോവില്ല. അപ്പം ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ പറയുന്നതാണ് സീസണൽ റിവേഴ്സ്. പെനിൻസുലർ റിവേഴ്സിന്റെ കേസസ് നമ്മൾ എടുക്കുമ്പോൾ അവിടെ മെയിൻ ആയിട്ട് കിട്ടുന്ന വെള്ളം എവിടെ നിന്നായിരിക്കും കിട്ടുന്നത്? പ്രസിപ്പിറ്റേഷൻ വഴിയാണ്. അപ്പൊ മഴയില്ലെങ്കിൽ അത് റിവേഴ്സിന്റെ വെള്ളത്തിനെ ബാധിക്കുമല്ലോ, ബാധിക്കും. പക്ഷെ ഇവിടുത്തെ കേസിൽ അങ്ങനെയല്ല. മഴയുള്ളപ്പോൾ നമുക്ക് മഴയിൽ നിന്ന് നമുക്ക് വെള്ളം കിട്ടും. അതുപോലെ തന്നെ സ്നോ മെൽറ്റ് ചെയ്തും, ഇപ്പം ചൂടുള്ള സമയത്തൊക്കെ സ്നോ മെൽറ്റ് ചെയ്തും നമുക്ക് വെള്ളം കിട്ടും. അപ്പൊ ഇങ്ങനെ പല രീതിയിൽ നമുക്ക് കിട്ടുന്നത് കൊണ്ടാണ് ഇത് നമുക്ക് പെരിനിയൽ റിവർ സിസ്റ്റം, പെരിനിയൽ ആണ് ഈ ഹിമാലയൻ ഡ്രെയിനേജ് എന്ന് നമ്മൾ പറയാനുള്ള കാരണം. നമുക്ക് ഇൻഡസ് റിവർ സിസ്റ്റത്തിലേക്ക് കടക്കാം. ഇറ്റ് ഈസ് ദ വെസ്റ്റേൺ മോസ്റ്റ് ഓഫ് ദ ഹിമാലയൻ റിവേഴ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള ഹിമാലയൻ റിവേഴ്സിൽ വെസ്റ്റേൺ മോസ്റ്റ് ഏതാന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ഇൻഡസ് റിവർ സിസ്റ്റം ആണ്. വെസ്റ്റേൺ മോസ്റ്റ് ഓഫ് ദ ഹിമാലയൻ റിവേഴ്സ് ഇൻ ഇന്ത്യ. ഇതിന്റെ ടോട്ടൽ ലെങ്ത് വരുന്നത് 3180 കിലോമീറ്റർ ആണ്. പക്ഷെ ഇന്ത്യയിൽ ഇത് 1114 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ബാക്കി എവിടെയാണ്? പാകിസ്ഥാനില്. ഓക്കെ, ഇതിന്റെ ഒറിജിൻ വരുന്നത് ബൊക്കാർച്ചു ഗ്ലേഷ്യർ ആണ്. ഇൻഡസ് റിവർ സിസ്റ്റത്തിന്റെ ഒറിജിൻ എവിടെയാണ്? ബൊക്കാർച്ചു ഗ്ലേഷ്യർ. അത് ഇമ്പോർട്ടന്റ് ആണ്. ബൊക്കാർച്ചു ഗ്ലേഷ്യർ ആണ്. അത് എവിടെയാണ്? കൈലാഷ് മൗണ്ടൻ റേഞ്ചില്. കൈലാഷ് മൗണ്ടൻ റേഞ്ച് നിയർ മാനസരോവർ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, ഇതൊരിക്കലും മറക്കരുത്. ബൊക്കാർച്ചു ഗ്ലേഷ്യറിൽ നിന്നാണ് ഇൻഡസ് റിവർ സിസ്റ്റത്തിന്റെ ഒറിജിൻ. ഓക്കെ, പിന്നെ ഇതിനെ ടിബറ്റില്, ഇൻഡസ് റിവർ സിസ്റ്റത്തിനെ ടിബറ്റില് വിളിക്കുന്നത്, ടിബറ്റിലാണല്ലോ ഇതിന്റെ ഒറിജിൻ. ഈ മാനസരോവർ, കൈലാഷ് മൗണ്ടൻ റേഞ്ച്, അവിടെയാണ് ഇതിന്റെ ഇൻഡസ് റിവർ സിസ്റ്റത്തിന്റെ ഒറിജിൻ. ടിബറ്റിൽ ഇതിനെ വിളിക്കുന്നത് എന്താണ്? സിംഘി ഖംബാൻ, അല്ലെങ്കിൽ ഇതിന്റെ മീനിങ് എന്താണ്? സിംഘി എന്ന് പറഞ്ഞാൽ സിംഹം. സിംഘി കമ്പാൻ എന്ന് പറഞ്ഞാൽ ലയൺസ് മൗത്ത് എന്നാണ്. സിംഘി കമ്പാൻ എന്ന് പറഞ്ഞാൽ ലയൺസ് മൗത്ത് എന്നാണ്. അപ്പൊ ഇതിന്റെ വേറൊരു നെയിമാണ് സിംഘി കമ്പാൻ. ഇൻഡസിന്റെ വേറൊരു നെയിമാണ് സിംഘി കമ്പാൻ. ഇൻഡസിന്റെ ടോട്ടൽ ഏരിയ 11,65,000 കിലോമീറ്റർ സ്ക്വയർ ആണ്. അതിൽ ഇന്ത്യയിലുള്ള ഏരിയ എന്ന് പറയുന്നത് ആകെ 3,21,289 കിലോമീറ്റർ സ്ക്വയർ മാത്രമാണ്.
ഇനി നമുക്ക് ഇൻഡസിന്റെ ട്രിബ്യൂട്ടറീസ് നോക്കാം. ഷ്യോഗ്, ഗിൽജിത്, സസ്കർ, ഹൻസ, നുബ്ര, ഷിഗർ, ഗാസ്റ്റിൻ, ദ്രാസ് ഇവയെല്ലാം ഇൻഡസിന്റെ ട്രിബ്യൂട്ടറീസ് ആണ്. ഇനി നമുക്ക് റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് നോക്കാം. റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ്: Kuram, Tochi, Gomal, Vibova, Sangar ഇവയെല്ലാം റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ആണ്. ഇതെല്ലാം ഒറിജിനേറ്റ് ചെയ്യുന്നത് പാകിസ്ഥാനിലെ സുലൈമാൻ റേഞ്ചസിലാണ്. സുലൈമാൻ റേഞ്ചസിലാണ് ഇവയെല്ലാം ഒറിജിനേറ്റ് ചെയ്യുന്നത്. പിന്നീട് ഇൻഡസ് റിവർ സൗത്ത്വേർഡ്സ് ഒഴുകി, സൗത്ത്വേർഡ്സ് ഇൻഡസ് റിവർ ഒഴുകി ഇറ്റ് റിസീവ്സ് പഞ്ച്നാട്. അപ്പൊ പഞ്ച്നാട് ഏതൊക്കെയാണ്? പഞ്ച്നാട് എന്ന് പറയുന്നത് ജലം, ചെനാബ്, രവി, സത്ലജ്, ബിയാസ് റിവർ ഈ 5 നദികളെയാണ് പഞ്ച്നാട് എന്ന് പറയുന്നത്. ഈ 5 നദികളും ഇൻഡസ് റിവറുമായിട്ട് കൂടിച്ചേരും. എവിടെ വെച്ചിട്ടാണ് ഇത് കൂടിച്ചേരുന്നത്? മിത്താൻകോട്ടിന്റെ ഇച്ചിരി മുകളിലായിട്ട്. അപ്പൊ മിത്താൻകോട്ട് എന്ന് പറയുന്നത് എവിടെയാണ്? ഇവിടെ ആയിട്ട് വരും മിത്താൻകോട്ട്. എന്നിട്ട് ഇറ്റ് ഫൈനലി ഡിസ്ചാർജസ് ഇൻ ടു അറേബ്യൻ സീ. ഓക്കെ, കറാച്ചിക്ക് ഈസ്റ്റ് ആയിട്ട് അറേബ്യൻ സീയിലോട്ട് ഇൻഡസ് റിവർ ഡിസ്ചാർജ് ചെയ്യും ഫൈനലി. ഗംഗ അല്ലെങ്കിൽ ബ്രഹ്മപുത്ര റിവർ സിസ്റ്റം, ഇത് രണ്ടുമാണ് നമുക്ക് ഇനി അടുത്ത് പഠിക്കാനുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹിമാലയൻ ഡ്രെയിനേജ് സിസ്റ്റം. ഈ 2 റിവർ സിസ്റ്റവും ഡിസ്ചാർജ് ചെയ്യുന്നത് ബേ ഓഫ് ബംഗാളിലോട്ടാണ്. പക്ഷെ ഇൻഡസ് റിവർ എങ്ങോട്ടാണ് ഡിസ്ചാർജ് ചെയ്യുന്നത്? അവസാനം അറബിക്കടലിൽ എത്തിച്ചേരും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. ഇറ്റ് ഫൈനലി ഡിസ്ചാർജസ് ഇൻ ടു അറേബ്യൻ സീ. ഇനി നമുക്ക് ഓരോ ട്രിബ്യൂട്ടറീസ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ആദ്യം നമുക്ക് ജലം റിവർ നോക്കാം. ജലം റിവറിന്റെ സോഴ്സ് വെരിനാഗ് എന്ന് പറയുന്നിടത്താണ്. വെരിനാഗ് എന്ന് പറയുന്നത് എവിടെയാണ്? കാശ്മീരില്. അപ്പൊ വെരിനാഗിലാണ് ജലത്തിന്റെ ഒറിജിൻ. ആൻഡ് ഇറ്റ് പാസസ് ത്രൂ ബൂളാർ ലേക്കിലൂടെ ഇത് പാസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് പാസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട സിറ്റി ഏതാണ്? ശ്രീനഗർ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ശ്രീനഗറിലൂടെയാണ് ജലം നദി ഒഴുകുന്നത്. And Veerinag is situated at the foot of Pirpanjal range. പിർപ്പാഞ്ചൽ റേഞ്ചിന്റെ അടിവാരത്തിൽ ആണ് ഈ വെരിനാഗ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ജലം joins Chenab near Jung in Pakistan. Jhelum joins Chenab near Jung. Jung എന്ന് പറഞ്ഞ സ്ഥലം എവിടെയാണ്? പാകിസ്ഥാനിലാണ് ഉള്ളത്. അടുത്തത് ചെനാബ്. ചെനാബ് ഇൻഡസിന്റെ ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി ആണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആട്ടോ. ചെനാബ് എന്ന് പറയുന്നത് ഇൻഡസിന്റെ ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി ആണ്. ഓക്കെ, ഇതിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് നിയർ ബാരാലച്ചാല. പിന്നെ ഇത് ഫോം ചെയ്യുന്നത് 2 സ്ട്രീംസ് ജോയിൻ ചെയ്തിട്ടാണ് ഇത് ഫോം ചെയ്യുന്നത്.
ഒന്ന് ചന്ദ്ര, മറ്റൊന്ന് ഭാഗ. ഇത് രണ്ടും കൂടെ ചേർത്ത് ചന്ദ്രഭാഗ. ചന്ദ്രഭാഗ. ചെനാബിന്റെ മറ്റൊരു പേരാണ് ചന്ദ്രഭാഗ. സി സി അങ്ങനെ ഓർത്തു വയ്ക്കുക. അപ്പൊ ചെനാബ് എന്ന് പറയുന്നത് വേറൊരു രീതിയിൽ നമ്മൾ അതിനെ വിളിക്കും ചന്ദ്രഭാഗ. ഇങ്ങനെയായിരിക്കും ചിലപ്പോൾ ചോദിക്കാൻ പോകുന്നത്, ചന്ദ്രഭാഗ എന്ന് പറയുന്നത് എന്തിന്റെ മറ്റൊരു പേരാണ്, ഏത് റിവറിന്റെ മറ്റൊരു പേരാണ്. അപ്പൊ ഓർക്കുക, സി ചെനാബാണ്. പിന്നെ ഈ ചന്ദ്രയും ഭാഗയും ജോയിൻ ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിൽ വെച്ചിട്ടാണ്. ഈ രണ്ട് സ്ട്രീം കൂടെ ജോയിൻ ചെയ്തിട്ടാണല്ലോ ചെനാബ് ആവുന്നത്. ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലെ ചഡ്ഡി എന്ന് പറഞ്ഞിടത്താണ്. ചഡ്ഡി. ഓക്കെ, അടുത്തത് നമുക്ക് രവി നോക്കാം. രവിയുടെ സോഴ്സ് എന്താണ്? കുളു. കുളു എവിടെയാണ്? നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ. ഹിമാചൽ പ്രദേശിലാണ് കുളു ഉള്ളത്. എവിടെയാണ്? ഇത് രോഹ്താങ് പാസിന്റെ അടുത്തായിട്ട് വരും കേട്ടോ ഇതിന്റെ സോഴ്സ്. ഇത് ഡ്രെയിൻ ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഒന്ന് തിർപ്പാഞ്ചലിനും ദൗലാദറിനും ഇടയ്ക്കുള്ള ആ ഒരു ഏരിയയാണ് ഇത് ഡ്രെയിൻ ചെയ്യുന്നത്. രവി നദി ഡ്രെയിൻ ചെയ്യുന്ന ഏരിയ എന്താന്ന് ഓർത്തു വെക്കുക, അതിന്റെ സോഴ്സ് ഓർത്തു വെക്കുക. പിന്നെ ഇത് ചെനാബുമായിട്ട് ജോയിൻ ചെയ്യുന്ന സ്ഥലം. രവിയും എന്ത് ചെയ്യുന്നുണ്ട്? ചെനാബുമായിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. അതെവിടെയാണ്? സരൈ സിദ്ധുവിന്റെ അടുത്താണ്. സരൈ സിദ്ധുവിലാണ് രവിയും ചെനാബും കൂടെ ജോയിൻ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇത് ഹിമാചൽ പ്രദേശിലെ ചമ്പ വാലിയിലൂടെയും ഒഴുകുന്നുണ്ട് കേട്ടോ. രവി ചമ്പ വാലിയിലും കൂടെ ഒഴുകുന്നുണ്ട്. അപ്പൊ വാലി എന്ന് പറഞ്ഞാൽ എന്താണ്? താഴ്വാരം. അപ്പൊ ചമ്പ താഴ്വാരത്തിൽ കൂടെ രവി നദി ഒഴുകുന്നുണ്ടെന്നുള്ള പോയിന്റും ഓർത്തിരിക്കണം. അടുത്തത് ബിയാസ്. ബിയാസ് നദിയാണ് നമുക്ക് അടുത്ത പഠിക്കാനുള്ളത്. ഇതിന്റെ ഒറിജിൻ പഠിക്കാൻ വളരെ ഈസിയാണ്, കാരണം പേരിൽ തന്നെയുണ്ട് ബിയാസ് കുണ്ട്. ഇതും രോഹ്താങ് പാസിന്റെ അടുത്താണ്. ഈ ബിയാസ് കുണ്ടും രോഹ്താങ് പാസിന്റെ അടുത്താണ്. മറ്റേതെന്താണ്? കുളു ആണ് അല്ലെ. രവിയുടെ കുളു. രവി എവിടെയാണ്? കുളുവിൽ നിന്നാണ് ഒറിജിൻ ചെയ്യുന്നത്. ഈ ബിയാസും ഈ കുളു വാലിയിലൂടെ ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഓർക്കുക, ബിയാസും കുളു വാലിയിലൂടെ ഫോം ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് പഞ്ചാബ് പ്ലെയിൻസിൽ കൂടെ ഒഴുകുന്നുണ്ട് കേട്ടോ. പഞ്ചാബ് പ്ലെയിൻസിലൂടെ ഒഴുകുന്നുണ്ട്. പഞ്ചാബ് പ്ലെയിൻസിൽ എൻ്റർ ചെയ്യുമ്പോഴത്തേക്കും ഇത് സത്ലജിനെ മീറ്റ് ചെയ്യുന്നുണ്ട്. ഹരിക്കേ എന്ന് പറയുന്നിടത്ത് വെച്ച് സത്ലജിനെ മീറ്റ് ചെയ്യും. അപ്പൊ ബീസും സത്ലജും കൂടെ മീറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ബിയാസും സത്ലജും കൂടെ മീറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഹരിക്കേ വെച്ചിട്ടാണ് ബിയാസും സത്ലജും മീറ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇത് ഗോർജസ് ഫോം ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ബിയാസ് എന്ന് പറഞ്ഞ നദി ഗോർജസ് ഫോം ചെയ്യുന്നുണ്ട്. ഗോർജസ് എന്ന് പറയുന്നത് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് ഒന്ന് പിക്ക് ഒന്ന് കണ്ടുവെക്കുക. നമുക്ക് പഠിക്കാനുണ്ട് മെച്യൂർ ലാൻഡ് ഫോംസ് എന്തൊക്കെയാണ്. അപ്പം ബിയാസ് നദി എവിടെയാണ് ഗോർജസ് ഫോം ചെയ്യുന്നത്? അറ്റ് കട്ടി ആൻഡ് ലാർഗി ഇൻ ദൗലാദർ റേഞ്ച്. അടുത്തത് നമുക്ക് സത്ലജിനെ കുറിച്ച് നോക്കാം. സത്ലജിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് എവിടെയാണ്?
രാക്ഷസ് തൽ. ഇത് ഓർത്ത് വെക്കാൻ വേണ്ടി ഇങ്ങനെ ചിന്തിക്കാം. സത്യം പറയുന്നത് രാക്ഷസിന് ഇഷ്ടമാവില്ലല്ലോ. അപ്പൊ സത്യം പറഞ്ഞാൽ രാക്ഷസൻ പിടിച്ച് തല്ലും. അങ്ങനെ ഓർത്ത് വെക്കാം. അപ്പൊ സത്ലജിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് രാക്ഷസ് തൽ ആണ്. ഇത് എവിടെയാണ്? നിയർ മാനസരോവർ ഇൻ ടിബറ്റ്. അപ്പൊ നിയർ മാനസരോവർ ഇൻ ടിബറ്റ്. ഓക്കെ, ഇതിന്റെ മറ്റൊരു പേരാണ് ലാങ്ചൻ കമ്പാബ്. ലാങ്ചൻ കമ്പാബ് എന്ന് പറയുന്നത് സത്ലജിന്റെ മറ്റൊരു പേരാണ്. ഇത് പാസ് ചെയ്യുന്ന ഒരു പാസ് ഏതാണ്? ഷിപ്കില. ഷിപ്കില. ഇനി സത്ലജ് നദി ഫീഡ് ചെയ്യുന്ന കനാൽ സിസ്റ്റത്തിന്റെ പേരെന്താന്ന് ചോദിച്ചാ അത് ഓർത്തോണം, ബക്രാനങ്കൽ പ്രൊജക്ട്. ഇപ്പൊ ബക്രാനങ്കൽ പ്രൊജക്ട് എന്ന് പറയുന്നത് ഫീഡ് ചെയ്യുന്നത് ഏത് നദിയാണ്? ഏത് നദിയിൽ നിന്നാണ് വെള്ളം കിട്ടുന്നത്? സത്ലജ്. ഓക്കെ, ഈ സത്ലജ് നദി എന്ന് പറയുന്നത് ഇൻഡസിന് ഓൾമോസ്റ്റ് പാരലൽ ആയിട്ട് ഫ്ലോ ചെയ്യും. ഒരു 400 കിലോമീറ്ററോളം ഫ്ലോ ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് ഇന്ത്യയിലോട്ട് എൻറ്റർ ചെയ്യുന്നത്. ഓക്കെ, ഇൻഡസ് റിവറിന് പാരലായിട്ട് സത്ലജ് റിവർ സഞ്ചരിച്ച് ഓൾമോസ്റ്റ് പാരലായിട്ടോ, കറക്റ്റ് ഇങ്ങനെ പാരലായിട്ട് അങ്ങനെ പറ്റില്ലല്ലോ. അപ്പൊ ഇത് ഓൾമോസ്റ്റ് പാരലായിട്ട് സഞ്ചരിച്ച് 400 കിലോമീറ്റർ സഞ്ചരിച്ചതിന് ശേഷമാണ് ഇന്ത്യയിലോട്ട് എത്തുന്നത്. മാപ്പ് നോക്കി നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അടുത്തത് നമുക്ക് ഇനി ഇൻഡസ് വാട്ടർ ട്രീറ്റിയും കൂടെ നോക്കാം. ഇൻഡസ് വാട്ടർ ട്രീറ്റി അതനുസരിച്ച് നമുക്ക് ആകെ ഇന്ത്യക്ക് 20% ഓഫ് ദ വാട്ടറേ കിട്ടുന്നുള്ളൂ. മൊത്തം വെള്ളത്തില് 20% കിട്ടുള്ളൂ. കാരണം കുറച്ച് ഭാഗമേ എവിടെയുള്ളൂ? ഇന്ത്യയിലുള്ളൂ അല്ലെ. കുറച്ച് വെള്ളമേ ഇന്ത്യയിലോട്ട് പോകുന്നുള്ളൂ. ബാക്കി മേജർ പോർഷൻ പാകിസ്ഥാനിലാണ്. പിന്നെ ചെറിയ പോർഷൻസ് ചൈനയിലും അഫ്ഗാനിസ്ഥാനിലൂടെയൊക്കെ ഒഴുകുന്നുണ്ട്. കൂടുതലും ഫസ്റ്റ് പാകിസ്ഥാൻ, പിന്നെ ഇന്ത്യ. അതുകൊണ്ടാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ട്രീറ്റി. ഓക്കെ, ഈ ട്രീറ്റി സൈൻ ചെയ്യുന്നത് 1960 ഈ ഒരു ട്രീറ്റി സൈൻ ചെയ്യുന്നത്. ഇത് പ്രകാരം ഇൻഡസും ചെനാബും ജലം, ഇത് മൂന്നിനെയും കൺട്രോള് ഇൻഡസ്, ചെനാബ്, ജലം, ഇത് മൂന്നിനെയും കൺട്രോള് പാകിസ്ഥാനും. ഇത് വെസ്റ്റേൺ റിവേഴ്സ് ആണ്. ഇന്ത്യക്ക് കൺട്രോൾ വരുന്ന എവിടെയൊക്കെയാണ്? രവി, ബിയാസ്, സത്ലജ്. ഇവിടെയാണ് ഇന്ത്യക്ക് കൺട്രോൾ വരുന്നത്. അങ്ങനെയാട്ടോ ആ ട്രീറ്റി സൈൻ ചെയ്തിരിക്കുന്നത്. ഇൻഡസിന്റെ പോർഷൻസ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇൻഡസ്. പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. കാബൂൾ എന്ന് പറഞ്ഞൊരു ട്രിബ്യൂട്ടറിയും കൂടെ ഉണ്ട് കേട്ടോ ഇൻഡസിന്. അത് റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി ആണ് കാബൂൾ. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാണെന്ന് അറിയാലോ? ജലം, ചെനാബ്, രവി, ബിയാസ്, സത്ലജ്. അതിനെ നോർത്ത് ടു സൗത്ത് സീക്വൻസിൽ എഴുതാൻ പറഞ്ഞ എങ്ങനെ എഴുതും? മാപ്പിൽ നോക്കിയാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. ജലം, ചെനാബ്, രവി, ബിയാസ്, സത്ലജ്. നോർത്ത് ടു സൗത്ത് ഓർഡർ ആട്ടോ. നോർത്ത് നിന്ന് സൗത്തിലോട്ടുള്ള ഓർഡർ പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വരും. ഓക്കെ, ആ ഒരു ഓർഡറിൽ ഓൾറെഡി അത് നോർത്ത് ഭാഗത്തുള്ളതാണ്. അതിൽ നമ്മൾ നോർത്ത് ടു സൗത്തിൽ നിന്ന് നമ്മൾ എഴുതാൻ പറഞ്ഞാൽ ഇങ്ങനെ വേണം എഴുതാൻ. കാരണം അത് മാപ്പിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മാപ്പ് നോക്കിയാൽ മതി കേട്ടോ. അതിന് NCERT ഉണ്ട്. മാപ്പ് നോക്കിയാൽ മതി.
അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനിയും നമ്മളിവിടെ ക്ലാസ് ഇടുന്നതായിരിക്കും. അപ്പം ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ടെലിഗ്രാം ചാനൽ ഉണ്ട്, അതിന്റെ ലിങ്ക് താഴെ കൊടുക്കാം. താങ്ക് യു സോ മച്ച്.